വട്ടന്മാരൊക്കെ പിടിച്ച് പൂട്ടിയിടണം സാറേ, വല്ല മെന്റൽ ഹോസ്പിറ്റലോ മറ്റോ പിടിച്ചിടണം, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇനി ഇതൊക്കെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ തന്നെയാണ്. കാരണം ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ചും ഇപ്പോൾ ക്രിസ്മസിന്റെ സമയത്ത് ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കുന്നതിന് മുൻപായി ഇന്നത്തെ ഏതാനും ചില വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് പലയിടത്തുമായി നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള പല സ്ഥലത്തുമായി നടന്നിട്ടുള്ള പല ഇൻസിഡൻസ് ആണ്. ഇതിലൊക്കെ മെയിനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കോർ എന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീയും അതുപോലെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ തകർക്കുന്നതും കത്തിക്കുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൽ ഭൂരിപക്ഷ വീഡിയോസും അവർ തന്നെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല, ഒരുപാട് വീഡിയോസ് ആണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ കൂടി നമുക്ക് കണ്ടു നോക്കാം. കണ്ടില്ലേ, ഇത് ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, ക്രൈസ്തവർക്കെതിരായുള്ള ആക്രമണങ്ങൾ വിവാദമാക്കേണ്ടതില്ല. വട്ടുള്ള ചിലരാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിന്റെ ഉത്തരവാദിത്വം BJPക്കില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ മീഡിയാസിനോട് പറഞ്ഞിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖർ സാറേ, ചോദിച്ചോട്ടെ, ഈ ഒരു ഇൻസിഡൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവർക്കുള്ള എതിരായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഈ ക്രിസ്മസിന്റെ ഈ അടുത്ത് ഒരാഴ്ച കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നടന്നിട്ടുള്ള പല സ്റ്റേറ്റും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്. BJP അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടിയാണ് എല്ലാ സ്റ്റേറ്റും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സ്റ്റേറ്റ് ഒരു നടപടിയും എടുക്കുന്നില്ലെങ്കിൽ കേന്ദ്രം ഇടപെടണം. കേന്ദ്രവും ഭരിക്കുന്നത് നിങ്ങളുടെ അതേ പാർട്ടി തന്നെയാണ്. BJP NDA സർക്കാരാണ് അവിടെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ BJPക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാകില്ല. ഈ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള എത്ര ആളുകളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഇതുവരെയായിട്ട്? തെളിവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവര് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫേസ് ഒക്കെ പക്ക റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോസ് ഒക്കെ ഉള്ളത്. അപ്പോൾ തെളിവില്ല എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി ഈ ഇൻസിഡൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതുപോലെ ഒരുത്തനും വരില്ല. പക്ഷേ കേസ് എടുക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല, ഒരു പ്രശ്നവുമില്ല, പോലീസ് ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതുപോലത്തെ ഇൻസിഡന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നടക്കം ക്രിസ്മസിന്റെ ഇന്നടക്കം ഈ ഇൻസിഡന്റ് ഒക്കെ നടക്കാനുള്ള കാരണം അതാണ്. ഇവനെ കണ്ടില്ലേ? ഇവന്റെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ ഒരു കാറിൽ വന്ന് ഇറങ്ങി, ഒരു ഹീറോ പോലെ ഇറങ്ങിയിട്ട് ഇവൻ വന്നിട്ട് മാസാവാൻ നോക്കിയതാണ്. ഇവൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ക്രിസ്മസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് ഒരു സാധനം വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണുള്ളത്. പാവപ്പെട്ട ആളുകൾ ജീവിക്കാൻ വേണ്ടി സാധനങ്ങൾ വിൽക്കുന്നതാണ്. അവരോടാണ് ഈ ഒരു ക്രൂരത ഇവൻ കാണിച്ചിട്ടുള്ളത്. ഇവന്റെ പേരിൽ കേസെടുത്തോ? ഇല്ല. കേസ് ഈ സംസ്ഥാനങ്ങളൊക്കെ, ഈ പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്നത് BJP ആണ്. ഇനി BJP ആ സ്റ്റേറ്റിലെ BJP അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലെ സർക്കാർ കേസ് എടുത്തിട്ടില്ലെങ്കിൽ ഇടപെടണം കേന്ദ്രം. കേന്ദ്രം ഇടപെട്ട് ചോദിക്കണം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന്. ചോദിച്ചോ? ഇല്ല. ആരുടെങ്കിലും പേരിൽ കേസെടുത്തോ? ഇല്ല. എന്തുകൊണ്ട്? അതൊക്കെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ നീട്ടിപ്പോകില്ലായിരുന്നു. ഒന്നരാഴ്ചയിൽ കൂടുതലായി ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ സാർ പറഞ്ഞത് വട്ടുള്ള ചിലരാണെന്ന്. വട്ടന്മാരൊക്കെ പിടിച്ച് പൂട്ടിയിടണം സാറേ, വല്ല മെന്റൽ ഹോസ്പിറ്റലോ മറ്റോ പിടിച്ചിടണം, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇനി ഇതൊക്കെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ തന്നെയാണ്. കാരണം രാജ്യത്ത് ക്രമസമാധാന നില തകർക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണ്, അവരെ രാജ്യം കടത്തണമെന്ന്. ഇവരൊക്കെയാണ് രാജ്യം കടത്തേണ്ടത് ആദ്യം. കാരണം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ പോലും പുല്ല് വില കൊടുത്തിട്ടാണ് ഇവർ ഈ പ്രശ്നങ്ങൾ നടത്തുന്നത്. കാരണം ഭരണഘടന ഉറപ്പുവരുത്തിയുള്ള പല റൈറ്റ്സും ഇവർ കൊടുക്കുന്നില്ല. ഫ്രീഡം ഉണ്ട്, റൈറ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അതുമാത്രമല്ല, ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ഇതൊന്നും ഇവർ തരുന്നില്ല. അതായത് ഇവർക്ക്
കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ട, നമ്മുടെ ഭരണഘടന വേണ്ട, അങ്ങനെ പറയുമ്പോൾ ഇവർ രാജ്യദ്രോഹികളാണ്. ഇവരൊക്കെ രാജ്യം കടത്തണം, അല്ലെങ്കിൽ പിടിച്ച് ജയിലിലിടണം. അതിനുള്ള ധൈര്യമുണ്ടോ? അതുകൊണ്ട് ഇതിൽ പറഞ്ഞു, ഇതിന്റെ ഉത്തരവാദിത്തം ബി ജെ പിക്ക് ഇല്ല എന്ന്. ബി ജെ പി ആണ് ആ പറഞ്ഞിട്ടുള്ള പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നതും, ഇനി കേന്ദ്രം ഭരിക്കുന്നതും ബി ജെ പി തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. ഇതുവരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കേസ് പോലും എടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിൽ നമ്മൾ എന്താണ്, രാജ്യത്തുള്ള ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിലൂടെ നിങ്ങൾ മൗനസമ്മതം നൽകുന്നുണ്ട് എന്നാണോ? ഇതിന് ഉത്തരം പറയണം നിങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.